മലയാള സിനിമയിൽ വെള്ളയടി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹിഡൻ അജണ്ട നടക്കുന്നുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? വാ നോക്കാം. നമുക്ക് കുറച്ച് പുറകോട്ട് പോവാം. ഒരു 2000 അല്ലേ വേണ്ട, ഒരു 2010 മുമ്പ് ഇറങ്ങിയ സിനിമകൾ. ആ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളമടിക്കുന്ന സീനുണ്ടാവും. പക്ഷേ ഒന്നെങ്കിൽ അതൊരു വില്ലൻ സെറ്റപ്പിൽ അത് അലമ്പായിട്ടായിരിക്കും ആ വെള്ളയടി സെറ്റപ്പ് കാണിക്കുന്നത്, അല്ലെങ്കിൽ നായകൻ ആകെ എന്താ പറയുക ഡെസ്പായി ആകെ തകർന്നിരിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒക്കെ ടൈമിലാണ് കൂടുതലായും വെള്ളയടി കാണിച്ചുകൊണ്ടിരുന്നത്. അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്ക്. പിന്നെ ഉണ്ടാവും ചില സിനിമകളിൽ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നത്. എന്നാൽ മിക്ക സിനിമയിലും ഇങ്ങനെ ആയിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളയടി തുടങ്ങുമ്പം അതിൽ സപ്പോർട്ടിങ് ആക്ടേഴ്സ് ഏതെങ്കിലും ഒരു ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ എല്ലാം വന്ന് പറയും ഇത് അലമ്പല്ലേ എന്നുള്ള ഒരു രീതിയിലൊരു ടോക്കൊക്കെ അവിടെ കാണിക്കാറുണ്ടായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു നെഗറ്റീവ് സംഭവമായിട്ടായിരുന്നു വെള്ളയടീനെ കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക്. സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഹാപ്പി ആയിട്ടുള്ള ടൈമിൽ അപ്പോൾ വെള്ളമടിക്കണം. ഇന്ത്യയിൽ ഈ ലിക്വർ ബ്രാൻഡുകൾക്ക് പരസ്യം ചെയ്യാൻ പറ്റില്ല. ഇതിപ്പം വിസ്കി, വോഡ്ക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പരസ്യം ചെയ്യാൻ പറ്റില്ല. പകരം എനിക്ക് തോന്നുന്നു ഇത് ആ ഒരു മാഫിയൻ്റെ അല്ലെങ്കിൽ ഒരു ഹിഡൻ അജണ്ട ആയിട്ടുള്ളൊരു സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വല്ല ഇല്ലുമിനാറ്റി വല്ല ആണോ പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ കുറച്ച് പടങ്ങൾ നമുക്ക് എടുത്തു നോക്കാം. ആ പടങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ എന്തേലും ഒരു ഹാപ്പി മൊമെൻ്റ് വരുമ്പോൾ അപ്പോൾ വെള്ളമടിക്കണം. അതായത് ഇപ്പോൾ പരീക്ഷ ജയിച്ചു, കല്യാണം, ഒരു കുട്ടി ഉണ്ടായി, അല്ലെങ്കിൽ മരണം, അങ്ങനെ എന്ത് സംഭവമാണേലും അവിടെ വെള്ളയടി ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള എല്ലാ പടത്തിലും കാണാൻ പറ്റുന്നത്. ഇതുകൊണ്ട് എന്താ പ്രശ്നം? ഇത് കാണുന്ന ആൾക്കാരിൽ ഇങ്ങനെ ഒരു സംഭവം വരും. അതായത് കല്യാണം വന്നാൽ വെള്ളമടിക്കണം, മരണമാണെങ്കിൽ വെള്ളമടിക്കണം. അതൊക്കെയാണ് സിനിമയിൽ കാട്ടുന്നത്. അത് ഒരു സിനിമയിലല്ല, എല്ലാത്തിലും അത് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ചില സിനിമയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ വെള്ളം അടിക്കുന്ന സീൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ അതിനകത്ത് അത് കയറ്റിയിട്ടുണ്ടാവും. ഇപ്പോൾ പ്രേമലു ഒക്കെ എടുത്തു നോക്കി, ആ പടത്തിൽ എന്താ വെള്ളം അടിക്കേണ്ട സീനിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടാവും, പക്ഷെ അവൻ എപ്പോൾ പോയാലും കുപ്പി ഉണ്ടാവും കൂടെ. പിന്നെ ആവേശ സിനിമ, പിന്നെ അതൊന്നും പറയണ്ട, അതിനകത്തൊക്കെ ഫുള്ള് വെള്ളമടിയോ വെള്ളമടി. അത് ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു കല്യാണത്തിന്, തൊട്ടടുത്തുള്ള കല്യാണത്തിന്, അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു, അല്ലെങ്കിൽ ഒരു 28 പേരിടിയിൽ, അങ്ങനെ എന്ത് പരിപാടിക്ക് പോയാലും അവിടെ വെള്ളയടി ഉണ്ടാവും. അതാണ് വേണ്ടത് എന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് പല പടങ്ങളും ഇപ്പോൾ ഇറങ്ങുന്നത്. അപ്പോൾ അതൊക്കെ കാണുന്ന ആൾക്കാരെന്താ ഇങ്ങനെയാണ് ഒരു ലൈഫ് എന്ന് ആ ഒരു സ്റ്റാൻഡേർഡിലോട്ട്, ആ സ്റ്റാൻഡേർഡല്ല ആ ഒരു ഇതിലോട്ട് മാറാൻ നോക്കും. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്തായാലും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക.